നമസ്കാരം. ഞാൻ ഡോക്ടർ അരുൺ ബി നായർ. എഴുപത്തിയഞ്ച് വയസ്സുള്ള റിട്ടയർഡ് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥനെയും കൊണ്ട് അദ്ദേഹത്തിൻ്റെ മകളും മരുമകനുമാണ് എൻ്റെ അടുത്തേക്ക് വരുന്നത്. അവർ പറയുന്നത് 70 വയസ്സ് വരെ ഏറ്റവും മാന്യനായ ഒരു മനുഷ്യനായിരുന്നു എൻ്റെ അച്ഛൻ. ആരോടും മോശമായി പെരുമാറില്ല, ദേഷ്യപ്പെടുകയില്ല, ഞങ്ങളെയൊന്നും അടിച്ചതായോ വഴക്ക് പറഞ്ഞതായോ ഞങ്ങൾക്ക് ഓർമ്മയിൽ പോലുമില്ല. ജോലി സ്ഥലത്തൊക്കെ ഇത്രയും മാന്യമായി പെരുമാറുന്നൊരു മനുഷ്യനില്ല എന്നാണ് സഹപ്രവർത്തകർ പറയുന്നത്. സഹപ്രവർത്തകർക്ക് എന്താവശ്യമുണ്ടെങ്കിലും സഹായിച്ചു കൊടുക്കും. പലപ്പോഴും പരിധി വിട്ട് തന്നെ അവരെ സഹായിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തിച്ചേരാറുണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ ഒരു 4-5 കൊല്ലമായിട്ട് സ്വഭാവത്തിൽ വല്ലാത്ത മാറ്റങ്ങളാണ്. ജീവിതത്തിൽ ഇതുവരെ പറയാത്ത തെറി വാക്കുകൾ ഇദ്ദേഹം പറയുന്നു. ചില സമയത്ത് ദേഷ്യം വന്നു കഴിഞ്ഞാൽ പരിധി വിട്ടു പോകുന്ന തരത്തിൽ ഇദ്ദേഹം അശ്ലീല സംഭാഷണങ്ങൾ നടത്തുന്നു, ചീത്ത വാക്കുകൾ പറയുന്നു. കൊച്ചുകുട്ടികൾ, കൊച്ചുമക്കളെ കാണുമ്പോൾ പോലും ചിലപ്പോൾ ഇത്തരം തെറികൾ പറഞ്ഞുകൊണ്ട് പൊട്ടിത്തെറിക്കുന്ന ഒരവസ്ഥ വരികയാണ്. അപ്പോൾ ഇതിനേക്കാളൊക്കെ വലിയ പ്രശ്നമായി മാറിയിരുന്നത് കഴിഞ്ഞൊരു കൊല്ലമായിട്ട് വീട്ടിൽ ജോലിക്കാരികളെ നിർത്താൻ പറ്റുന്നില്ല. കാരണം വീട്ടിൽ നിൽക്കുന്ന ജോലിക്കാരികളെ ഒക്കെ സമീപിച്ച് ലൈംഗിക ലക്ഷ്യബോധത്തോടുകൂടി സംസാരിക്കുന്നു, അവരെ കയറി പിടിക്കാൻ ശ്രമിക്കുന്നു, അവരുടെ അടുത്ത് ശൃംഗരിക്കാൻ ചെല്ലുന്നു. ഇത്തരത്തിലുള്ളൊരു സ്വഭാവമൊന്നും ഈ 70 വയസ്സ് വരെ ഈ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നതായിട്ടേ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഇയാൾക്ക് ഇത്രയൊക്കെ തെറികൾ അറിയാമെന്നുള്ളത് പോലും ഞങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അടുത്ത ഇടയ്ക്കൊരു കല്യാണത്തിന് കൊണ്ടുപോയപ്പോൾ ഉടുത്തിരുന്ന മുണ്ട് ഉരിഞ്ഞു കളഞ്ഞ് അവരുടെ മുൻപിൽ വെച്ച് ഇത്തരത്തിലുള്ള ഒരു പ്രകടനം കാണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നാണം കെട്ടുപോയി ഞങ്ങൾ. ഈ ഒരു വ്യക്തിയെ കൊണ്ട് ഞങ്ങൾ തീർത്തും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം അയാൾ എപ്പോഴാണ് രാത്രി എഴുന്നേറ്റിരുന്ന് ഇത്തരത്തിലുള്ള അശ്ലീലം പറയുന്നതെന്നറിയില്ല, ആരോടാണ് മോശമായി പെരുമാറുന്നതെന്നറിയില്ല. ഇപ്പോൾ വീട്ടിൽ ജോലിക്ക് നിന്ന സ്ത്രീ പോലീസിൽ പരാതി കൊടുത്തിരിക്കുന്നു. അങ്ങനത്തെ രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഈ പെരുമാറ്റ വ്യത്യാസം വളരെ പ്രകടമാണ്. ചീത്ത വിളിക്കുന്നു, അശ്ലീല ചേഷ്ടകൾ കാണിക്കുന്നു, ലൈംഗിക സ്വഭാവമുള്ള കാര്യങ്ങൾ കാണിക്കുന്നു. ഇതൊക്കെ 70 വയസ്സിന് ശേഷമാണ് ആരംഭിച്ചിരിക്കുന്നത്. അത്രയും പ്രായം വരെ ഇദ്ദേഹം ആ ഒരു സ്വഭാവം ഒരിക്കൽ പോലും കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം. അപ്പോൾ ഇവിടെ നമ്മൾ 70 വയസ്സിന് ശേഷം ജീവിതത്തിൽ ആദ്യമായി ഒരു പെരുമാറ്റ വ്യത്യാസം വരുന്നുവെങ്കിൽ അത് ചില മേധാക്ഷയ രോഗങ്ങളുടെ, ഡിമെൻഷ്യ ഇൽനെസ്സുകളുടെ ഭാഗമാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. എന്താണ് ഈ മേധാക്ഷയം എന്ന് പറയുന്നത്? മേധാക്ഷയം എന്ന് പറഞ്ഞാൽ തലച്ചോറിലെ കോശങ്ങൾ ക്രമേണ നശിച്ചുപോയി ഓർമ്മയും സ്ഥലകാലബോധവും ബുദ്ധിയും പരിസരബോധവും ആളുകളോട് പെരുമാറാനുള്ള ആ ഒരു രീതിയും ഇത്തരം കഴിവുകൾ, ഈ തലച്ചോറിൻ്റെ ഉന്നതമായ കഴിവുകളെല്ലാം ഘട്ടം ഘട്ടമായി പതിയെ നശിച്ചു പോകുന്നൊരവസ്ഥയാണ് മേധാക്ഷയം അല്ലെങ്കിൽ ഡിമെൻഷ്യ എന്ന് പറയുന്നത്. ഇപ്പോൾ മേധാക്ഷയം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ അൽസൈമേഴ്സ് രോഗത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും. അവിടെ ഓർമ്മക്കുറവ് വന്നു, പതിയെ ഓർമ്മക്കുറവ് വഷളായി മാറുന്നൊരവസ്ഥയാണ്. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും അല്ല. ബന്ധുക്കൾ പറയുന്ന അങ്ങനെ ഓർമ്മക്കുറവൊന്നും ഉള്ളതായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല. പെരുമാറ്റ പ്രശ്നങ്ങളാണ് പ്രകടം. കൂടുതൽ വിശദമായിട്ട് ചോദിച്ചപ്പോഴത്തേക്ക് പറയുന്നു കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഓർമ്മക്കുറവ് ഉണ്ട്, പക്ഷെ അത് ഓർമ്മക്കുറവെന്നൊന്നും പറയാൻ പറ്റില്ല, ഞങ്ങളെ മനഃപൂർവ്വം കഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് ഓരോന്ന് മനഃപൂർവ്വം ചെയ്യുന്നതായിട്ടാണ് തോന്നുന്നത്. അതെന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വന്ന് വീണ്ടും ബ്രേക്ക്ഫാസ്റ്റ് ആവശ്യപ്പെടും. 10 മിനിറ്റ് മുമ്പ് തന്നതല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് തന്നില്ല, എന്നെ പട്ടിണിക്കിടുന്നേ എന്ന് പറഞ്ഞ് നിലവിളിക്കും എന്നാണ് പറയുന്നത്. പണം എവിടെയെങ്കിലും കൊണ്ട് സൂക്ഷിച്ച് വെക്കും. പെൻഷനൊക്കെ കിട്ടുന്നുണ്ട് അദ്ദേഹത്തിന്. അത് എവിടെയെങ്കിലും കൊണ്ട് ഒരു സ്ഥലത്ത് ഭദ്രമായിട്ട് സൂക്ഷിച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ആ വെച്ച സ്ഥലം ഒഴിച്ച് ബാക്കി സ്ഥലങ്ങളിലൊക്കെ ഈ പണം തിരഞ്ഞു നടക്കും. എന്താണ് തിരയുന്നതെന്ന് ചോദിച്ചാൽ പറയില്ല. ഇങ്ങനെ നോക്കി നടന്നതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ വീട്ടിലുള്ള ആളുകൾ ഈ പണം മോഷ്ടിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞിട്ട് അവരുടെ അടുത്ത് വഴക്കിടും. അപ്പോൾ ഇതൊക്കെ ബന്ധുക്കൾ മനസ്സിലാക്കുന്നത് ഇതെല്ലാം മനഃപൂർവ്വം അവരെ പ്രയാസപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ ഇദ്ദേഹം ഉണ്ടാക്കി പറയുന്നു എന്നാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ അവസാനം പറഞ്ഞ ലക്ഷണം മറവിയുടെ ഒരു സൂചനയാണ്. കാരണം മറവി എന്ന് പറയുന്നൊരവസ്ഥ നമുക്ക് വരുമ്പോൾ അത് വരുന്നതിനൊരു പ്രത്യേക രീതിയുണ്ട്. ഇപ്പോൾ ഓർമ്മശക്തി എന്ന് പറയുന്നതിന് 3 ഘടകങ്ങളാണുള്ളത്. ഒന്ന്, പുതിയ ഒരു വിവരത്തെ രജിസ്റ്റർ ചെയ്യുക, തലച്ചോറിലത് ശേഖരിച്ചു വെക്കുക. 2, അത് ആ രജിസ്റ്റർ ചെയ്ത ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുക, ദീർഘനാൾ അത് നിലനിർത്തുക. 3, ആ ശേഖരിച്ചു വെച്ച ആ സംഗതി വേണ്ട സമയത്ത് അനുസ്മരിക്കുക, റീകോൾ. ഈ 3 കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ചെറുപ്പത്തിൽ തലച്ചോറ് സജീവമായിരിക്കുമ്പോൾ ഈ 3 കാര്യങ്ങളും ഒരുപോലെ നല്ല രീതിയിൽ പ്രവർത്തിക്കും. പക്ഷേ മറവി രോഗങ്ങൾ വരുമ്പോൾ ആദ്യം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് ഈ പുതിയ വിവരങ്ങളെ രജിസ്റ്റർ ചെയ്യാനുള്ള, തലച്ചോറിലേക്ക് സ്ഥാപിക്കാനുള്ള കഴിവാണ്. അപ്പോൾ ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയിലുണ്ട്. 10ാം ക്ലാസ്സിൽ പഠിച്ച പാട്ടുകളും കവിതകളും അന്നത്തെ സുഹൃത്തുക്കളുടെ വിശദാംശങ്ങളും അവരുടെ വീടും വീട്ടിലേക്ക് പോകുന്ന വഴിയും സകലതും ഓർമ്മയുണ്ട്. പക്ഷേ ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എന്ന കാര്യം തലച്ചോറിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നില്ല.
അതുകൊണ്ടാണ് 10 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ഭക്ഷണം ചോദിക്കുന്നത്. പണം കൊണ്ട് വെച്ച സ്ഥലം എവിടെയാണെന്ന് കൃത്യമായിട്ട് രജിസ്റ്റർ ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വന്നിട്ട് അത് മോഷ്ടിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞ് വഴക്കിടുന്നത്. അപ്പോൾ ഇതൊരു മറവി രോഗത്തിൻ്റെ ലക്ഷണമാണ്. നമ്മൾ തലയുടെ സ്കാനൊക്കെ എടുത്ത് നോക്കിയപ്പോൾ തലച്ചോറിൻ്റെ മുൻഭാഗത്ത്, നമ്മുടെ നെറ്റിയുടെ പുറകിലുള്ള പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ് എന്ന് പറയുന്ന തലച്ചോറിൻ്റെ മുൻഭാഗവും പാർശ്വഭാഗങ്ങളിലുള്ള വികാരങ്ങളെ നിയന്ത്രിക്കുന്ന ടെമ്പറൽ ലോബ് എന്ന് പറയും. ഈ 2 മേഖലകളിലും പ്രത്യേകിച്ച് കോശങ്ങൾ ജീർണിച്ചു പോകുന്നൊരു അവസ്ഥ കാണുന്നു. ഇതിനെ ഫ്രോണ്ടോ ടെമ്പറൽ ഡിമെൻഷ്യ എന്ന് പറയും. അപ്പോൾ ഫ്രോണ്ടോ ടെമ്പറൽ ഡിമെൻഷ്യ എന്ന് പറഞ്ഞാൽ തലച്ചോറിൻ്റെ മുൻഭാഗത്തുള്ള ഫ്രോണ്ടൽ ലോബും പാർശ്വഭാഗത്തുള്ള ടെമ്പറൽ ലോബും അവിടുത്തെ കോശങ്ങൾ പ്രത്യേകിച്ച് ജീർണിച്ചു പോകുമ്പോൾ ഉണ്ടാകുന്നൊരു മറവി രോഗമാണ്. ഈ ഫ്രോണ്ടൽ ടെമ്പറൽ ലോബുകളുടെ ഒരു പ്രത്യേകത, ഫ്രോണ്ടൽ ലോബിൻ്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് ആത്മനിയന്ത്രണമാണ്, സെൽഫ് കൺട്രോൾ. മനസ്സിൽ തോന്നുന്ന വികാരങ്ങളെയൊക്കെ സന്ദർഭവും സാഹചര്യവും അനുസരിച്ച് മാത്രം നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിയുന്നത് ഫ്രോണ്ടൽ ലോബുള്ളതുകൊണ്ടാണ്. ഫ്രോണ്ടൽ ലോബിൻ്റെ കോശങ്ങൾ നശിച്ചു പോയാൽ ആത്മനിയന്ത്രണം നഷ്ടപ്പെടും. ദേഷ്യം വന്നാൽ ചിലപ്പോൾ ചീത്ത വിളിക്കും, ലൈംഗിക വികാരങ്ങൾ തോന്നിയാൽ ചിലപ്പോൾ സന്ദർഭവും സാഹചര്യവും നോക്കാതെയൊക്കെ പെരുമാറിയെന്നിരിക്കും. ഈ ടെമ്പറൽ ലോബ് എന്ന് പറയുന്നത് വികാരങ്ങളെ നിയന്ത്രിക്കുന്ന മേഖലയാണ്. അവിടുത്തെ കോശങ്ങൾ നശിച്ചു പോയാലും അനിയന്ത്രിതമായ വികാരപ്രകടനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു രോഗത്തിന് മറവിയേക്കാൾ കൂടുതൽ പ്രകടമായിട്ട് പെരുമാറ്റ വ്യത്യാസങ്ങൾ വരുന്നത്. ഇവിടെ തീർച്ചയായിട്ടും ഇതിന് ചികിത്സ വേണം. ഈ തലച്ചോറിലെ കോശങ്ങളിൽ അസറ്റൈൽ കോളിൻ എന്നൊരു രാസവസ്തു ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അസറ്റൈൽ കോളിൻ കുറയുമ്പോഴാണ് മറവി വരുന്നത്. അസറ്റൈൽ കോളിൻ്റെ അളവ് കൂട്ടാൻ സഹായിക്കുന്ന മരുന്നുകൾ കൊടുത്താൽ ഈ മറവി രോഗം വഷളാകാതെ കുറേ വർഷം നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റും. പൂർണ്ണമായിട്ടത് മാറ്റാൻ പറ്റിയെന്ന് വരില്ല. ഈ പെരുമാറ്റ വ്യത്യാസങ്ങളെല്ലാം വളരെ ഫലപ്രദമായിട്ട് നിയന്ത്രിക്കാൻ നമുക്ക് മരുന്നുകൾ ഉപയോഗിക്കാം. അപ്പോൾ ആ മരുന്നുകൾ കൊടുത്ത ഏതാനും ആഴ്ചകൾ കഴിഞ്ഞതോടുകൂടി ഇദ്ദേഹത്തിൻ്റെ പെരുമാറ്റ പ്രശ്നങ്ങളൊക്കെ മാറി. ഇദ്ദേഹം ഈ സ്ത്രീകളെ കയറി പിടിക്കാൻ പോകുന്നതും തെറി വിളിക്കുന്നതൊക്കെ മാറി. അദ്ദേഹം രാത്രി നന്നായി ഉറങ്ങാൻ തുടങ്ങി. ആ പെരുമാറ്റമൊക്കെ ഭേദപ്പെട്ടപ്പോൾ തന്നെ വീട്ടുകാർക്ക് വലിയൊരു ആശ്വാസം വന്നു. പിന്നീട് ആ അസറ്റൈൽ കോളിൻ കൂടാതെ അത് കൂടാനുള്ള മരുന്നുകളും കൂടെ കൊടുക്കുമ്പോൾ ഓർമ്മ വഷളാകാതെ മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്ന ഒരവസ്ഥ വന്നു. അപ്പോൾ പൂർണ്ണമായിട്ട് ഈ മറവി രോഗങ്ങളെ ഭേദപ്പെടുത്താൻ പറ്റില്ലെങ്കിലും ചികിത്സയിലൂടെ അത് ഫലപ്രദമായി ഒരു 15 വർഷത്തോളം നിയന്ത്രിച്ച് നിർത്താൻ പറ്റും. അതുമായി ബന്ധപ്പെട്ട് വരുന്ന പെരുമാറ്റ വ്യത്യാസങ്ങളെ നല്ല രീതിയിൽ ചികിത്സിച്ച് നിയന്ത്രിക്കാനും പറ്റും. അപ്പോൾ ഓർക്കണം, 70 വയസ്സിന് ശേഷമൊക്കെ ആദ്യമായി പെരുമാറ്റ വ്യത്യാസങ്ങൾ വരുന്നുവെങ്കിൽ അത് ഒരുപക്ഷെ മേധാക്ഷയത്തിൻ്റെ ലക്ഷണമാകാം. അതിനെ അവഗണിക്കരുത്. കൃത്യമായിട്ടുള്ള ചികിത്സ നൽകിക്കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പെരുമാറ്റ പ്രശ്നങ്ങളെങ്കിലും മാറ്റാൻ പറ്റും. ആ പെരുമാറ്റ പ്രശ്നങ്ങൾ മാറിയാൽ തന്നെ ബന്ധുക്കൾക്ക് വളരെയധികം സന്തോഷമായിട്ട് പ്രശ്നമൊന്നുമില്ലാതെ മുന്നോട്ട് പോകാനും പറ്റും. നമസ്കാരം.